കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 32, 33, 34 വാക്യങ്ങൾ. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തേന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവരെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ പീഡാനുഭവ ദിവസങ്ങളെ കുറിച്ചാണ്. കാരണം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട ആ രക്തത്തിന്റെ വില, ആ രക്തത്തിന്റെ മഹത്വം, അതിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്, സന്തോഷം, സമാധാനം, സ്വർഗമായ അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിച്ച നിത്യജീവനെയൊക്കെ ഓർത്താല് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യണം. എല്ലാറ്റിനേക്കാൾ ഉപരിയായി പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ വെടിപ്പാക്കിയെടുത്ത യേശുവിന്റെ രക്തം, അവന്റെ അവസാന തുള്ളി രക്തം വരെ യേശു നമുക്ക് തരികയാണ്. പ്രൈസലോ. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാ വായിച്ചേ. പ്രൈസലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവവചനം ധ്യാനിക്കുവാൻ ഞാൻ എല്ലാ പ്രേക്ഷകരെയും എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവസന്നിധിയോട് പറയുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ചിന്തിച്ച് ഈ വചനം നമ്മൾ മുന്നോട്ട് ധ്യാനിച്ചു പോകുമ്പോൾ ആത്മീയ ജീവിതത്തിനും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ, ഒരു പുതുക്കം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, അല്ലെങ്കിൽ അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. പ്രൈസലോ. അപ്പം വളരെ പ്രധാനപ്പെട്ടതും മുഖ്യമായതുമായ ഒരു സ്ഥലമാകണം മനുഷ്യന്റെ വിലാപ്പുറം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ വിലാപ്പുറം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അവകാശപ്പെട്ട ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ അപ്പന്റെയൊക്കെ വിലാപ്പുറത്ത് തല ചായച്ചു വെച്ച് കിടന്നുറങ്ങാറുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ആ സ്പന്ദനങ്ങളേറ്റ് അവരുടെ വിലാപ്പുറത്തിന്റെ ചൂട് തട്ടി നമ്മൾ അറിയാതെ പോലും നമ്മുടെ മാതാപിതാക്കളുടെ വിലാപ്പുറത്ത് നമ്മൾ കിടന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. ആ വിലാപ്പുറം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും ഒരു സ്ഥലമാണ്. പ്രൈസലോ. യേശുവിന്റെ വിലാപ്പുറത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. പ്രൈസലോ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ചുറ്റും സംരക്ഷണം നൽകുന്നു ഈ വിലാപ്പുറം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ വീടുകൾ പണിത് പോകുന്നത് പലരുടെയും വീടുകൾ കണ്ടിട്ടുണ്ട്. ഈ സ്വന്തമായ വീടുകളുള്ളവർക്കും അങ്ങനെ ചുറ്റുമതിൽ തീർത്തവർക്കും അത് മനസ്സിലാക്കാനും കഴിയും. കാരണം പണമുള്ളവരൊക്കെ വലിയ വലിയ വീടുകൾ പണിത് കഴിഞ്ഞാൽ ആ വീടിന് ചുറ്റും വലിയ മതിൽ, ഉറപ്പുള്ള സംരക്ഷണത്തോടെ ആ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടി മതിൽ കിട്ടും. വളരെ ഉറപ്പോടുകൂടിയാണ് കിട്ടും. എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ചുറ്റും വലിയ സംരക്ഷണം നൽകത്തക്ക വിധത്തിൽ ദൈവം രണ്ട് സൈഡുകളിലും വാരിയലുകൾ കൊണ്ട് നിറച്ച് ഹല്ലേലൂയ ഒരു വലിയ സംരക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന ഈ വിലാപ്പുറം എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പം വീടുകൾ തുരന്ന് കള്ളൻ അപഹരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുമതിൽ പണിത് ഉറപ്പ് കൊടുക്കുന്നത് പോലെ ദൈവം തന്റെ സ്നേഹത്തിന്റെ ഹസ്തങ്ങൾ കൊണ്ട്, കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ വിലാപ്പുറം വളരെ സംരക്ഷണത്തിലാണ്. കാരണം അവന്റെ ഹൃദയത്തിന്റെ സംരക്ഷണം ദൈവം ആഗ്രഹിക്കുന്നത് വളരെ ഉറപ്പോടുകൂടിയാണ്. ഈ വിലാപ്പുറത്തിന്റെ പണി എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി അങ്ങ് ചിന്തിച്ചാൽ മതി. അത് നമ്മുടെ ശരീരത്തെ നോക്കി, നമ്മുടെ വിലാപ്പുറമൊക്കെ നോക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞ, കർത്താവ് എത്ര അതിശയകരമാണ് നീ വിലാപ്പുറത്തെ മെനഞ്ഞത്. നിന്റെ ജ്ഞാനവും നിന്റെ പരിജ്ഞാനവും നിന്റെ വിവേകത്തിനും അന്തമില്ലാത്തതാണ്. മനുഷ്യന്റെ ചിന്തകൾക്കൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം എന്റെ ഹൃദയത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഈ വാരിയലുകൾ കൊണ്ട് ഉറപ്പുള്ള സംരക്ഷണം ചെയ്ത് തന്നെ നിർത്തി എന്റെ വിനാപ്പുറത്തിന്റെ ആ മഹത്വം ഹല്ലേലൂയ എത്ര വലുതാണ് നമ്മുടെ ദൈവത്തോട് തിരിച്ചറിയണം. പ്രൈസലോ.
നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് കരുതുന്ന, നമ്മളെക്കുറിച്ച് ഉള്ള കർത്താവിന്റെ പദ്ധതികൾ എത്ര വലുതാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. നോക്കി, കോടാനുകൂടി സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. പല വിധത്തിലായിട്ട് ഒരുപാട് സൃഷ്ടികളുണ്ട്. എല്ലാ സൃഷ്ടികളും നല്ലതാണെങ്കിലും അതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമമായ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ സംരക്ഷണങ്ങളും ദൈവം തരുന്നുണ്ട്. പ്രൈസർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാണുവാൻ വേണ്ടി 2 കണ്ണുകൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിനകത്ത് പൊടി പോകാതെ, കരട് പോകാതെ, നമ്മുടെ കണ്ണിനകത്ത് മറ്റൊന്നും വന്ന് ആമിലധികം തട്ടാനോ മുട്ടാനോ ഇടയാകാതെ കൺപോളകൾ കൊണ്ട് വലിയൊരു സംരക്ഷണമാണ് ദൈവം നമുക്ക് തരുന്നത്. ലേലിയ കൺപോളകൾ കൊണ്ട് വലിയൊരു സംരക്ഷണം. അപ്പോൾ കണ്ണിന് നേരെ എന്തു വന്നാലും ഈ കൺപോളകളെ തടഞ്ഞു നിർത്തും. മാത്രമല്ല, ഈ പൊടിപടലങ്ങളൊക്കെ ആമിലെ അടിച്ച് പറന്നു വരുമ്പോൾ ഈ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് ആമേൻ അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി കൺപോളയ്ക്ക് ചുറ്റും ഇഷ്ടംപോലെ ആമേൻ രോമങ്ങൾ തന്ന്, കൺപീലികൾ തന്ന്, എത്ര സുരക്ഷിതമാണ് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. അല്ലേലിയ. അപ്പൊ നമ്മുടെ വിലാപ്പുറം പോലെ തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ വിലാപ്പുറം. ആ വിലാപ്പുറമാണ് പടയാളികൾ കുത്തി തുറന്നതെന്ന് പറയുന്നത്. എത്ര ക്രൂരമാണെന്ന് ചിന്തിച്ചേ. ഈ പടയാളികൾ ഒരുവന്റെ വിലാപ്പുറമാണ് കുത്തി തുറന്നതെങ്കിൽ, അല്ലേലിയ, അവൻ എത്രമാത്രം വേദന സഹിക്കേണ്ടി വന്നേ. എത്രമാത്രം മൃഗീയമായ ക്രൂരമായ അനുഭവമാണ് ഈ പടയാളികൾ യേശുവിന്റെ ചെയ്തത്. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് പോലും ചിന്തിക്കുവാൻ കഴിയാത്ത, മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അല്ലേലൂയ, അവന്റെ വിലാപ്പുറത്ത് വേദനകൾ വന്നാൽ അവൻ സഹിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ വിലാപ്പുറം തുറന്നത് നമ്മൾ വളരെ ധ്യാനിച്ച് വായിക്കണം. അപ്പൊ ആദാമിന് ദൈവം ഒരു തുണയെ ഉണ്ടാക്കുവാൻ വേണ്ടി വിചാരിച്ചു. ആദാമിന് ഒരു തുണയെ ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവം വിചാരിച്ചു. അല്ലേലൂയ. അതിനായി അവൻ ആദമിന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, അല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, അല്ലേലൂയ, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായി ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞ് ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാവും. അപ്പൊ ആദമിന് തക്കതായ തുണയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവം ആദമിന് ഒരു ഗാഢനിദ്ര വരുത്തി നമ്മൾ വായിച്ചു. അപ്പൊ സ്ത്രീയുടെ സൃഷ്ടിയും ഭൂമിയിലെ ആദ്യ വിവാഹത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ദൈവം സൃഷ്ടിച്ച സകല ഇഴജാതികളെയും കാട്ടുമൃഗങ്ങളെയും പക്ഷിപ്രവജാതികളെല്ലാം യഹോവയായ ദൈവം ആദമിന്റെ മുമ്പിൽ കൂടി കടത്തിവിട്ട് ആദമ ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ ചുമതല ഏറ്റെടുക്കുന്നത് പോലെ അത് ഏറ്റെടുത്ത് അവയ്ക്കെല്ലാം പേരിട്ടു. എല്ലാത്തിനും പേരിട്ട് അതിനെല്ലാം തക്കതായ ഇണയും ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന് മാത്രം ഒരു തുണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലേലൂയ. അപ്പം ദൈവം സൃഷ്ടിച്ചുള്ള 1000 മൃഗങ്ങൾ ഒന്നുപോലും ആദമിന് തക്ക തുണയാകുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി തീർത്തു. ആദമിന് തക്കതായ തുണയെ അവനിൽ തന്നെ ദൈവം മറച്ചു വെച്ചിരുന്നത് അവന് വെളിപ്പെടുത്തി കൊടുക്കുക. പ്രൈസ് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മൾ ദൈവവചനം വായിച്ചു വരുമ്പോൾ ആദമിന്റെയും ഹവ്വയുടെയും വിവാഹം നടത്തി കൊടുത്ത ദൈവമാണ്. ഈ വിവാഹത്തിലൂടെ ഒരു സത്യം അവരെ ഓർപ്പിക്കുക. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് അല്ലെങ്കിൽ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരുമെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:24 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇതേ സത്യം തന്നെയാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 19:5 പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 5:31 ആവർത്തിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ ഈ സത്യം വിവരിക്കുമ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള
വിവാഹത്തിന്റെ നിഴലാണ് ഹല്ലേലൂയ ഭൂമിയിലെ വിശുദ്ധന്മാരുടെ വിവാഹം എന്ന് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം പറഞ്ഞത് ആദവിന് ഒരു ഗാഠനിദ്ര വരുത്തി തക്കതായ ഒരു തുണയെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഒരു ആദാമിന് ഒരു തക്കതായ തുണ ഉണ്ടാക്കാൻ ദൈവം വിചാരിച്ചു. അതിനായി അവൻ ആദമിന്റെ വാരികളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അതിനകത്തെ ദൈവിക പദ്ധതികൾ, പുതിയ നിയമസഭയും നമ്മളുമായിട്ടുള്ള ബന്ധം, പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും ഈ വചനവുമായിട്ടുള്ള ബന്ധം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്തം ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചും നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ചും അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം മത്തായിയുടെ സുവിശേഷം 19:5 ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എഫേസ്യ ലേഖനം 5:31 ഈ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ നമ്മൾ യഥാർത്ഥമായി പഠിച്ച് ഗ്രഹിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സഭ എന്താണ്, ദൈവത്തിന്റെ മണവാട്ടി ആരാണ്, ദൈവത്തിന്റെ കാന്ത ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മണവാട്ടി സഭയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും ദൈവത്തിൽ നിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. രക്തം ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ മണവാട്ടി സഭയെ ദൈവം വളരെ സംരക്ഷണത്തിലൂടെ കൊണ്ടു നടക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിലാപ്പുറം എന്ന് പറഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിന് ചുറ്റും ഈ വിലാപ്പുറം ഒരു സംരക്ഷണ ഭിത്തിയായി ഒരു വലിയ ചുവര് പോലെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയാണ് ദൈവം തന്റെ സഭയെ കാത്തു സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആദമിന് ഗാഠനിദ്ര വരുത്തി എന്ന് മേൽപ്പറഞ്ഞിരിക്കുന്ന വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദമിനൊരു നിദ്ര എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദമിനൊരു നിദ്ര. പ്രൈസറോ ഹല്ലേലൂയ. ഇതൊരു ജഡികമായ ഹല്ലേലൂയ സ്തോത്രം ഒരു അനുഭവം, ജഡികമായ ഒരു മരണത്തെയാണ് ആമേ കാണിക്കുന്നത്. ജഡികമായ മരണത്തെ കുറിക്കുക. ആദമിന് ഹല്ലേലൂയ ഗാഠനിദ്ര എന്ന് പറയുന്ന ഒരു നിദ്ര, ഒരു ജഡികമായ മരണത്തെ കാണിക്കുക. അപ്പൊ യേശു ക്രിസ്തുവും ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ നിദ്ര പ്രാപിച്ചു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിദ്ര പ്രാപിച്ചു. യേശു ക്രിസ്തു ഒരു ഗാഠനിദ്ര എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി യേശുവിന്റെ മരണത്തെ കുറിച്ച്. പ്രൈസ്. അപ്പൊ യേശുവും കാൽവരി ക്രൂശിൽ അത് പ്രാപിച്ചു, നിദ്ര പ്രാപിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. പടയാളികൾ യേശുവിന്റെ അരികിൽ വന്നു, അവൻ മരിച്ചുപോയി എന്ന് കണ്ടുകൊണ്ട് അവന്റെ കാല് ഒടിച്ചില്ല. കാരണം ആ കാലഘട്ടത്തിൽ ആമേൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ക്രൂശിൽ തറയ്ക്കുന്നവരുടെ ശരീരം ഹല്ലേലൂയ അത് മരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവരുടെ കാലുകൾ ഒടിക്കും. കാലുകൾ ഒടിക്കുമ്പോൾ അവർ പെട്ടെന്ന് മരണപ്പെടും. പക്ഷെ യേശുവിന്റെ അരികിൽ വന്നപ്പോൾ യേശു മരിച്ചു പോയത് കൊണ്ട് അവന്റെ കാലുകൾ ഒടിച്ചില്ല. അല്ലേ? അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം വായിക്കുക. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തിന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു, അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതെ, യേശു മരിച്ചതിന് ശേഷം പടയാളികളിൽ ഒരുവൻ തങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി അവന്റെ ശരീരത്തിൽ ബാക്കി ഉണ്ടായിരുന്ന സകല രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു. യേശു ക്രിസ്തുവിന്റെ ആമേലരി അവർ ഗത്സമന തൊട്ട് യേശു പ്രാണവേദനയിലായി അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ തുടങ്ങിയ ആ അനുഭവം ഗോൽഗോത്ത വരെ പടയാളികൾ മാറി മാറി അവനെ അടിച്ചപ്പോഴും അവന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോഴും അവന്റെ കൈകാലുകളിൽ കരിരുമ്പാണി അടിച്ചിറക്കിയപ്പോഴും ഒക്കെ അവന്റെ ശരീരം വലിയ ചാട്ടമാറുകൾ കൊണ്ട് അടിച്ചു പൊളിച്ചപ്പോഴൊക്കെ യേശു ക്രിസ്തുവിന്റെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുക. അവസാനം അവന്റെ വിലാപ്പുറത്ത് കുത്തി ബാക്കി ഉണ്ടായിരുന്ന രക്തവും വെള്ളവും കൂടെ പുറപ്പെട്ടു. ഈ രോഗം യേശുവിനോട് ചെയ്തതാ. അല്ലെങ്കിൽ അവിടെ യേശു ഒരു ഗാഠനിദ്ര അല്ലെങ്കിൽ മരണനിദ്ര നിദ്ര പ്രാപിച്ചതെന്ന് വായിച്ചു. അപ്പൊ യേശുവിന്റെ വിലാപ്പുറം കൊത്തി തുറന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 21-23 തൂങ്ങി മരിച്ചവന്റെ ശരീരം
അന്ന് തന്നെ നീക്കേണ്ടതിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് പീലാത്തോസിനോട് യോസേഫ് ഹല്ലേലൂയ അതിന് അനുവാദം ചോദിക്കുന്നു. അടിമകളുടെ കാൽ ഒടിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ ഗദയോ ചുറ്റികയോ അതിന് ഉപയോഗിച്ചിരുന്ന കാണുന്നത്. ഹല്ലേലൂയ പെട്ടെന്ന് മരിക്കാനും രക്ഷപ്പെടാതിരിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആവർത്തന പുസ്തകം അല്ലെങ്കിൽ 21 അധ്യായം അതിന്റെ 23 വാക്യം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ ആവർത്തന പുസ്തകം 21 അധ്യായം 23 വാക്യം വായിക്കുമ്പോൾ 22 തൊട്ട്, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവത്തിന് ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത് എന്ന് അവിടെ കാണുന്നുണ്ട്. തൂങ്ങി മരിച്ചവനെ കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാലഘട്ടത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനെ, മരണയോഗ്യമായ കുറ്റം ചെയ്തവനെ, ഹല്ലേലൂയ ആ പാപം ചെയ്തവനെ കൊന്നൊരു മരത്തിൽ കെട്ടിത്തൂക്കണമെന്ന് പ്രമാണം നിൽക്കുകയാണ്. ഹല്ലേലൂയ ആ പ്രമാണം നിൽക്കുമ്പോഴാണ്, ഹല്ലേലൂയ ആ പ്രമാണം അവരുടെ കയ്യിൽ നിൽക്കുമ്പോഴാണ് മരിച്ചവനെ അവന്റെ കാലുകൾ ഒടിച്ച്, ഹല്ലേലൂയ അവന്റെ മരണം സ്ഥിരപ്പെടുത്തുന്നത്. ഇപ്പൊ ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനെ, അല്ലെങ്കിൽ മരണയോഗ്യമായ ശിക്ഷ ചെയ്തവനെയാണ് കൊന്ന് കെട്ടിത്തൂക്കുന്നത് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാതൊരു പാപവും ചെയ്യാതിരുന്നിട്ടും നിർമ്മലനായി, നിഷ്കളങ്കനായി, സത്യസന്ധനായി ദൈവം ഏൽപ്പിച്ച ദൗത്യം മാത്രം ചെയ്ത് പീലാത്തോസിന്റെയും കയ്യഫാവിന്റെയും അല്ലെങ്കിൽ ഹെരോദാവിന്റെയും അരമനകളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാതിരുന്നിട്ടും ഒരു കൊലപാതകി, ഒരു കുറ്റവാളിയെ കൊല്ലുന്നത് പോലെ യേശുവിനെ അവർ കൊന്ന് കുരിശുമേൽ തൂക്കി എന്നുള്ളതാണ്. അതാണ് ഈ ലോകമെന്ന് പറയുന്നത്. അങ്ങനെ ഹല്ലേലൂയ പടയാളികൾ വന്ന് ഇടത്തും വലത്തും ക്രൂശിച്ചവന്റെ കാലൊടിച്ചു. യേശുവിന്റെ അരികിൽ അവർ വന്നപ്പോൾ യേശു മരിച്ചു പോയത് കൊണ്ട് അവന്റെ കാലുകൾ ഒടിച്ചില്ല എന്നാണ് നമ്മൾ വായിച്ചത്. കാലുകൾ ഒടിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവർ പെട്ടെന്ന് മരിക്കാനും അവർ ആ ക്രൂശ് മരണത്തിൽ ഓടി രക്ഷപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ കാലുകൾ ഒടിച്ചുകൊണ്ടിരുന്നത്. അതിന് വലിയ ഗദയോ ചുറ്റികയോ തുടങ്ങിയ ആയുധങ്ങളായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രൈസിലേഹിത, നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കാണുന്ന ലോകത്തെ AD എന്നും BC എന്നും ചരിത്രം രണ്ടായിട്ട് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് പിമ്പ് എന്നൊക്കെ പഠിച്ച് നാം ഈ ക്രിസ്തു വർഷത്തിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിനാൽ നമുക്ക് സ്ഥാപിതമായ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഇത് ഊഹാപോഹ കഥകളല്ല. ഊഹാപോഹ കഥകളും മനുഷ്യൻ കെട്ടിച്ചമച്ചതോ മനുഷ്യന്റെ ചിന്തയിൽ കൂടി എഴുതി വന്നത് തന്റെ കയ്യിലെ പേനകൾ കൊണ്ട് തൂലികൾ കൊണ്ട് എഴുതി വെച്ചതല്ല വേദപുസ്തകം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തന്മാർ കൂടെ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തി വെച്ചതായി പുസ്തകം. അതുകൊണ്ട് ഇത് സത്യം തന്നെയാണ്. പ്രൈസലോ ഈ ലോകം അത്രമാത്രം യേശുവിനെ ക്രൂശിച്ചു, അത്രമാത്രം യേശുവിനെ കുറ്റവാളിയായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്നും അത് തന്നെയാണ് കാണുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആമേൻ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഇതേപോലെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഹല്ലേലൂയ അവരെ ക്രൂരമായി കൊന്നു കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ ഇവിടെ നമുക്ക് മനസ്സിലായത് ക്രൂശീകരണം എന്ന ആ സാഹചര്യം അതിക്രൂരമായ ശിക്ഷാക്രമം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൂശീകരണം അതിക്രൂരമായിരുന്നു. അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയാണ് അത് നൃത്തം ചെയ്തത്. 4-ാം നൂറ്റാണ്ട് വരെ ക്രൂശീകരണം ഉണ്ടായിരുന്നു, ക്രൂശിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം കോൺസ്റ്റാന്റിയൻ ചക്രവർത്തി അധികാരത്തിൽ വന്നതോടുകൂടി ആ ക്രൂശീകരണം നിരോധിച്ചു. അല്ലെങ്കിൽ കർത്താവ് വേഗം മരിച്ചതിനാൽ കാലൊടിക്കേണ്ടി വന്നില്ല. എന്നാൽ മരണം ഉറപ്പുവരുത്തിന് വേണ്ടി പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറം കുത്തിപ്പൊളിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മരണം ഉറപ്പുവരുത്തില്ല, യേശുവിന്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പടയാളികൾ ഒരുത്തം വന്നിട്ട് അവന്റെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നത്. ഹല്ലേലൂയ.
ഈ ലോകത്തിന്റെ ശാപം എങ്ങനെ മാറും പ്രിയ സ്നേഹിത? ഈ ജലത്തിന്റെ ശാപങ്ങൾ എങ്ങനെ മാറും? സൃഷ്ടമായ ദൈവത്തെ, വീണ്ടെടുപ്പിന്റെ ദൈവത്തെ, രക്ഷകന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന ഈ ലോകത്തിൽ ഈ ജനം മുഴുവൻ പാപത്തിലാ, ശാപത്തിലാ. അവൻ അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിൽ സ്വയം സമർപ്പിച്ചു കൊടുക്കണം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേലിയ. അപ്പൊ നമ്മൾ ചിന്തിച്ചല്ലോ, സ്തോത്രം, അല്ലേലിയ. ഇവിടെ അല്ലേലിയ, യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറം, അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിപ്പൊളിച്ചു. അത് അവന്റെ ഹൃദയം വരെ തുളഞ്ഞ് കയറി ചെന്ന് കാണും. അതുകൊണ്ടാണ് രക്തവും അല്ലേലിയ വെള്ളവും അല്ലേലിയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നത്. ആ കുന്തം കൊണ്ടുള്ള കുത്ത് എന്ന് പറയുന്ന അവന്റെ ഹൃദയത്തിൽ വരെ തുളച്ചു ചെന്നു. ഞാൻ പറഞ്ഞവിടെ വിലാപ്പുറം എന്ന് പറയുന്നത് രണ്ട് സൈഡിലെ വാരിയലുകൾ കൊണ്ട് അതിശക്തമായിട്ട് ഉറപ്പോടുകൂടി സൃഷ്ടിച്ചതാണ്. ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞാൽ, വീടുകളൊക്കെ മതില് കെട്ടി സംരക്ഷണം ഉറപ്പിക്കുന്ന പോലെ മനുഷ്യ ശരീരത്തിന്റെ വിലാപ്പുറം രണ്ട് സൈഡിലും വാരിയലുകൾ കൊണ്ട് ഉറപ്പായ ഒരു മതില് പോലെ ദൈവം ഉറപ്പോടെ നിർത്തിയിരിക്കുന്നു. അതിന്റെ സെൻട്രലായി സ്ഥിതി ചെയ്യുന്ന ഹൃദയം കേടുപാടുകൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം സംരക്ഷണം കർത്താവ് നമുക്ക് തന്നെ. അതേ ശരീരം തന്നെയല്ലേ നമ്മുടെ കർത്താവിന്റെ? ആ ശരീരമാണ് പടയാളികൾ കുന്തം കൊണ്ട് കുത്തി സംരക്ഷണ വലയത്തെ ഭേദിച്ച് യേശുവിന്റെ ഹൃദയത്തിൽ വരെ ആ കുന്തത്തിന്റെ മുന ആഞ്ഞു തറച്ചു. ഹല്ലേലൂയ. അപ്പോഴാണ് അവന്റെ ഹൃദയത്തിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടത്. അത്ര നീചമായ മനുഷ്യര്. ഈ യേശു നമുക്ക് വേണ്ടി സഹിച്ച ഈ പങ്കപ്പാടുകളും വേദനകളും ഞാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുമ്പോൾ, ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അനുഭവത്തെ നാം രുചിച്ചറിയുമ്പോഴാണ് സ്നേഹിത നിനക്ക് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. യേശു ഇതെല്ലാം സഹിച്ചത് എന്തിനാ? നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. രക്തം ചെയ്യും. പാപിയായ മനുഷ്യ, ഈ ലോകത്ത് നിനക്ക് മോചനമില്ലാതെ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയാതെ, നീ പാപത്തിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിൽ തന്നെ നീ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പാപം നിന്റെ കുടുംബത്തിൽ ശാപമായി ബന്ധനമായി മാറുമ്പോൾ അതിൽ നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഹല്ലേലൂയ, നീ മടങ്ങി വന്ന് മാനസാന്തപ്പെടണം. നിനക്ക് വേണ്ടി നമ്മുടെ അരുമനാഥൻ കാൽവറിയിൽ അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, പുറത്തേക്ക് ഹല്ലേലൂയ വെള്ളവും രക്തവും പുറപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഈ രക്തം വീണ്ടെടുപ്പിനെയാ കാണിക്കുന്നത്. യേശുവിന്റെ വിലാപ്പുറം കുത്തി തുറന്നു കഴിഞ്ഞപ്പോൾ അവസാനത്തുള്ള രക്തം, ഹല്ലേലൂയ, ആ രക്തം വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ഈ ജലം ശുദ്ധീകരണത്തെയാ കാണിക്കുന്നത്. രക്തവും വെള്ളവും നാമല്ലോ. അപ്പം രക്തം വീണ്ടെടുപ്പിനെയും ഈ വെള്ളം ശുദ്ധീകരണത്തെയും കാണിക്കുക. അല്ലേ? യോഹന്നാൻ ഇതിന്റെ സാക്ഷ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞു. യേശു സ്നേഹിച്ച യോഹന്നാൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം നേരിൽ കണ്ടവനാണ് യോഹന്നാൻ. ഹല്ലേലൂയ. അവന്റെ വിലാപ്പുറം കുത്തി തുറക്കുന്നതും, ഹല്ലേലൂയ, ആ സംരക്ഷണ വലയങ്ങൾ ഭേദിച്ച കുന്തമുന യേശുവിന്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിച്ചപ്പോൾ അവന്റെ അവസാനത്തിനുള്ളിൽ രക്തവും വെള്ളവും പുറപ്പെട്ട് കണ്ടു നിന്ന യോഹന്നാൻ ഇതിനെക്കുറിച്ച് സാക്ഷീകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു, ദൂഹാപോഹ കഥയല്ലെന്ന്. അനവധി നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരും യേശുക്രിസ്തുവിന്റെ നാമത്തെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന അനേക സംവാദക്കാരോടും പറയട്ടെ, ഹല്ലേലൂയ, വേദപുസ്തക സത്യത്തെ നിനക്ക് തിരുത്തുവാൻ കഴിയത്തില്ല. നീ എന്തെല്ലാം വാദപ്രതിവാദങ്ങളും സംവാദങ്ങൾ കൊണ്ടുവന്നാലും, എന്തെല്ലാം നിരീശ്വരവാദവും ജഡികമായ ചിന്തകളും കൊണ്ടുവന്ന് ദൈവം ഇല്ല എന്നും യേശുക്രിസ്തു ദൈവമല്ല എന്നും പ്രസ്താവിപ്പാൻ നീ ഏതെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും, ഇത് കണ്ടു നിന്ന യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു, അത് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ കണ്ടു, നേരിൽ കണ്ടു. ഞങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട്, ഞങ്ങളുടെ അകത്തെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ.
അവന്റെ വിലാപ്പുറത്തൊന്നും അവസാന കുത്തിത്തുടർന്നപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ അവസാനത്തുള്ള രക്തത്തെ ഞങ്ങളുടെ വീണ്ടെടുപ്പായി ഞങ്ങൾ കാണുകയാണ്. ആ ജലം, ആ വെള്ളത്തെ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതായി കാണുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു കഷ്ടം സഹിച്ചത്. ഇത്ര വലിയ പീഡാനുഭവത്തിലൂടെ, ഇത്ര വലിയ ആ ക്രൂരമായ മരണത്തിലൂടെ യേശു കടന്നുപോയത് നിന്നെയും നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാനാ. ഇന്ന് നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ, സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയാതെ ഉറക്കളച്ചിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അരാജകത്വം മുഖാന്തരം ഒന്നെങ്കിൽ രോഗം, അല്ലെങ്കിൽ ബാധകൾ, അല്ലെങ്കിൽ ബന്ധനങ്ങൾ, വിവിധമായ പ്രതിസന്ധികൾ കൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലും വൈകല്യങ്ങൾ വന്നാൽ അവർക്ക് ഉറങ്ങുവാൻ കഴിയാതെ അവർ രാത്രികാലങ്ങളിൽ അലമുറയിട്ട് നിലവിളിക്കുമ്പോൾ വീട്ടിനകത്ത് ഉറങ്ങാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വീട്ടിനകത്ത് സമാധാനമില്ല. ആരെങ്കിലും എന്തെങ്കിലും ബന്ധനത്തിലായിരിക്കും, ഇല്ല രോഗിയായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ കാണും. അങ്ങനെയുള്ള ഉറക്കം കിട്ടത്തില്ല. അവർ രാത്രി മുഴുവൻ ഒച്ചയിട്ടുകൊണ്ടിരിക്കും, ഓടിയിട്ടുകൊണ്ടിരിക്കും. അവരെ സംരക്ഷിക്കാൻ വേണ്ടി വീട്ടിലുള്ള എത്രയോ പേർ ഉറങ്ങാതെ രാത്രികാലം കഴിക്കുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പിതാക്കന്മാരാൽ സംഭവിച്ച പാപം നിന്റെ കുടുംബത്തിനകത്ത് തലമുറയിൽ ശാപമായി നിൽക്കുക. ആ പാപവും ശാപവും നീക്കുവാൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറം നിനക്ക് വേണ്ടി തുറന്നു. അവസാനത്തുള്ളി രക്തവും ഹല്ലേലൂയ അവന്റെ വെള്ളവും പുറപ്പെട്ടു. നീ വിശ്വസിച്ചേറ്റ് പറയുന്നെങ്കിൽ, യേശുവിനെ വിശ്വസിച്ച്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ അത് ഏറ്റുപറയുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ നിലവിളിയുടെ അനുഭവത്തെ ദൈവം മാറ്റിത്തരും. നിന്റെ കുടുംബത്തിന്റെ തലമുറയുടെ ശാപത്തെ ദൈവം മാറ്റിത്തരും. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ എത്രയോ രാത്രികളിൽ നീ വേദനയോടെ കടന്നു പോകുന്നു. പാപം, ശാപം കുടുംബത്തിൽ നിൽക്കുന്നു. അതിനെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ ഈ പാപത്തിലും ശാപത്തിലുമായിരുന്നു. ഞങ്ങൾ സ്വസ്ഥതയില്ലാതെ ജീവിച്ച ദിനങ്ങളുണ്ട്, അനവധി രാത്രികളുണ്ട്, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഞങ്ങൾ ആഴമായി ചിന്തിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, ഞങ്ങൾക്കത് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, ഞങ്ങളത് വിശ്വാസത്താൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാപത്തെ നീക്കി യേശുവിന്റെ രക്തം കഴുകി വെടിപ്പാക്കി എടുത്ത് ഞങ്ങളുടെ മേലുണ്ടായിരുന്ന ശാപങ്ങൾ മാറിപ്പോയി. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുക. യോഹന്നാൻ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ, നേരിൽ കണ്ട് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആത്മാവില്ലാതെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് സാക്ഷ്യം പറയുക. നിങ്ങളത് കേട്ട് വിശ്വസിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം യേശു തരും. ഈശ്വരോ, അപ്പൊ അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുക. അപ്പം വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എപ്രകാരമാണ് ആദമിന് ഗാഠനിദ്ര വരുത്തിയത് എന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. നമ്മൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിന് ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് ഹല്ലേലൂയ അവനിൽ മറച്ചു വെച്ചിരുന്ന അവന്റെ ഈ തുണയെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം ആദമിനൊരു ഗാഠനിദ്ര. അവന്റെ വാരിയലുകളിൽ ഹവ്വയെ സൃഷ്ടിച്ചു. അപ്രകാരം തന്നെ ദൈവം യേശു ക്രിസ്തുവിലൂടെ ക്രൂശിൽ യേശുവിനൊരു ഗാഠനിദ്ര വരുത്തി. ആദമിനൊരു ഗാഠനിദ്ര വരുത്തിയതുപോലെ തന്നെ പിതാവായി ദൈവം കർത്താവായി യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഒരു ഗാഠനിദ്ര വരുത്തി അവന് വേണ്ടി ഒരു മണവാട്ടി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. യേശുവിന്റെ മരണം ആദമിനൊരു ഗാഠനിദ്ര വരുത്തിയത് അല്ലെങ്കിൽ ആദമിന് തക്കതായ തുണയ്ക്ക് വേണ്ടി. യേശുവിന്റെ ക്രൂശ് മരണം മനുഷ്യന്റെ രക്ഷയ്ക്കാണ്. അതിന്റെ ആ പീഡാനുഭവത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നെങ്കിലും പിതാവായ ദൈവം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ഒരു ഗാഠനിദ്ര വരുത്തുന്നതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ ഒരു മണവാട്ടിയെ ആവശ്യമായിരുന്നു. മണവാട്ടി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നത് മണവാട്ടി സഭ, ദൈവത്തിന്റെ കാന്തയായ സഭ ആവശ്യമായിരുന്നു. അല്ലേ? അപ്പം ഒരു മണവാട്ടിയെ സൃഷ്ടിച്ച് വിലാപ്പുറത്തു നിന്നും രക്തം ഒഴുകി ക്രിസ്തുവിനായി വിലാപ്പുറത്ത് ഒഴുകിയ രക്തം ക്രിസ്തുവിനായി ഒരു മണവാട്ടി സഭയെ കൊണ്ടുവന്നത്. ആ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയ രക്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടി സഭയെ പുറത്തെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകത്തിൽ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 20-ാം അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ
ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിന്ന് പൗലോസോട് രേഖപ്പെടുത്തിയ. അപ്പം ദൈവത്തിന്റെ സഭ എന്താ? സ്വന്തം രക്തത്താൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മറവാട്ടി എന്ന് പറയുന്നത്. അല്ലേ? ദൈവമക്കൾ എന്ന് പറയുന്നവർ ദൈവത്തിന്റെ മണവാട്ടിയാണ്, ദൈവത്തിന്റെ കാന്തയാണ്, ദൈവത്തിന്റെ സഭയാണ്. അപ്പം ആദമിനൊരു ഗാഠനിദ്ര ആമൻ ഏതൻ തോട്ടത്തിൽ വരുത്തി ആദമിന്റെ വാരികളിൽ ഒന്നെടുത്ത് ആമ ഒരു സ്ത്രീയെ ഉണ്ടാക്കി ആദാവിന് തക്ക തുണയായി കൊടുത്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ഗാഠനിദ്ര, പിതാവ് കൊടുത്ത ഗാഠനിദ്രയിലൂടെ അവന്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ അവിടുന്ന് ഒഴുകി വന്ന അവസാന രക്തത്താൽ ഒരു മണവാട്ടി ക്രിസ്തുവിനെ കിട്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, അവന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് അപമാനിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുണ്ട്. ആമീൻ. വിശുദ്ധിയുടെയും വേർപാടിന്റെ അനുഭവത്തിലൂടെ ആമീൻ പാരമ്പര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടും ആമീൻ വലിയ മുൻകാല ആമീൻ സംഭവങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ ബൈബിൾ എടുത്ത് പലരും അല്ലെങ്കിൽ പല ദൈവമക്കളും റോഡിലൂടെ യാത്ര ചെയ്ത് ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ അവരെ നോക്കി കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, അവരാണ് യഥാർത്ഥ ദൈവത്തിന്റെ മണവാട്ടി. നിങ്ങൾ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം, അത് യേശുവിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരാണ് യഥാർത്ഥ ദൈവസഭ കേട്ടോ. ഹല്ലേലൂയ. 4 ചുമരുകൾക്കകത്ത് കൂടി വന്നിരുന്ന് ആരാധിച്ച് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞതുകൊണ്ട് അവർ ദൈവമക്കളാകുന്നില്ല. ഹല്ലേലൂയ. അവർ ഒരിക്കലും ദൈവത്തിന്റെ മക്കളാകുന്നില്ല. ദൈവമക്കളാകണമെങ്കിൽ അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന് അവസാനത്തുള്ളി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഒഴുകിയെങ്കിൽ ആ രക്തത്താൽ നീ വീണ്ടെടുപ്പ് പ്രവാചിച്ച് ജലത്തിൽ നീ സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കണം. അതാണ് പെന്തക്കോസ്ത് നാളിലെ സഭ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ക്രിസ്തുവിന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന് അപ്പൊ യേശു നമുക്ക് വേണ്ടി ഒരു ഗാഠനിദ്ര ക്രൂശിൽ അനുഭവിച്ചതുകൊണ്ട് ഒരു മണവാട്ടി സഭ പുറത്തു വന്നു. നമുക്ക് സന്തോഷിപ്പാൻ ഏറെയില്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് പാരമ്പര്യം കാണും. ആമേ, നിനക്ക് പറയുവാൻ ഒരുപാട് ചരിത്രം കാണും, ഒരുപാട് കാര്യങ്ങൾ നിന്റെ പിന്നിൽ കാണും. പക്ഷെ അതൊന്നും നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ദൈവരാജ്യത്തിലേക്ക് നിനക്ക് പോകാൻ കഴിയത്തില്ല. നിന്റെ പാപത്തെ അതൊന്നും ക്ഷമിച്ചു തരത്തിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരൻ, നിന്റെ പാപപരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അല്ലെങ്കിൽ അതിലൂടെ അവന്റെ വിലാപ്പുറത്തുനിന്ന് ഒഴുകി അവസാനത്തുള്ള രക്തം നിന്നെ ദൈവത്തിന്റെ മണവാട്ടിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. യേശു ആമി ക്രൂശിൽ ഗാഠനിദ്ര ആമി വരുത്തി യേശു വരുത്തിയതും നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. അല്ലെങ്കിൽ മനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലെങ്കിൽ അപ്പം ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മണവാട്ടി, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഇന്ന് പകൽ ആരെങ്കിലും ഈ ദൈവത്തിന് കേട്ട് ഇന്നും പാപത്തിലെ ശാപത്തിന്റെ അനുഭവത്തിലെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നിന്നെ സമർപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? കർത്താവേ, അങ്ങയുടെ വിലാപ്പുറത്തൊഴുകിയ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് എന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റി, പാപത്തെ മാറ്റി, ബന്ധനങ്ങളെ അടിച്ച് ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തരണം. അങ്ങയുടെ മകനായി മാറുവാൻ, മകളായി മാറുവാൻ, അങ്ങനെ മണവാട്ടിയായി മാറുവാൻ ആമേ കർത്താവെ ഞങ്ങളെ കൂടെ ഒരുക്കണമെന്ന് നീ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ രക്തം ചെയ്യാൻ നിന്റെ പ്രാർത്ഥനകൾക്കൊന്നൊരു ദൈവമുണ്ടാകും. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തരുന്ന സുരക്ഷിതത്വം എത്ര വലുതാണ്. ഹല്ലേലൂയ. എവിടെയാണെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കർത്താവിന്റെ പദ്ധതികൾ എത്ര വലുതാണെന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വീണ്ടും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 5-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് പൗലോസിലൂടെ എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതും പറയുക.
എന്ന് പറഞ്ഞാൽ ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ചുകൊണ്ടൊടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്ന് നമ്മൾ എഫേസ്യരിൽ വായിക്കും. എന്ന് പറഞ്ഞാൽ ആദമിന് ഗാഢനിദ്ര വരുത്തി ആദമിന്റെ ഭാര്യയിൽ ഒന്നെടുത്ത് ഹവ്വയുണ്ടാക്കി തക്ക തുണയായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരോടും പറഞ്ഞത്, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടിയ ഗാഢനിദ്ര വരുത്തിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ വിലാപ്പുറം തുറന്ന് ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തവും വെള്ളവും പുറത്തു വന്ന് ദൈവം തന്റെ മണവാട്ടി സഭയെ പുറത്തെടുത്തു. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ, ക്രിസ്തു സഭയെ തന്റെ ശരീരമാകുന്ന സഭയെ സ്നേഹിക്കുന്ന പോലെ നാം ദൈവസഭയെ സ്നേഹിക്കുകയും ചെയ്യണം. മാത്രമല്ല ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അതുകൊണ്ട് പൗലോസ് ഈ മർമ്മം വലിയതെന്ന്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വിലാപ്പുറം തുറന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ മർമ്മങ്ങൾ എത്ര വലുതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും അതെങ്ങനെ അനുഭവിക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ്. അപ്പൊ എന്നെ കേൾക്കുന്നവർ, ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി മാറും. കുടുംബത്തിലാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കൾ, അപ്പൻ, അമ്മ, നിങ്ങൾ നിൽക്കുന്ന എല്ലാ സമൂഹത്തിലും നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസലോ. കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തന്നതാ. അപ്പൊ ക്രിസ്തു ശരീരത്തിന്റെ തലയായിരിക്കുന്നു, സഭ ശരീരമാകുന്നു. തല എപ്രകാരം പരിപൂർണ വിശുദ്ധിയോടെ കാണപ്പെടുന്നുവോ അതുപോലെ സഭയും നിഷ്കളങ്ക മണവാട്ടിയായി കാണപ്പെടണം. അപ്പൊ ക്രിസ്തു ഹല്ലേലൂയ ആമേ ശരീരത്തിന്റെ തലയാണ്, സഭ ശരീരമാണ്. തല എന്ന് ക്രിസ്തു പരിപൂർണ വിശുദ്ധിയോടെ നമ്മൾ കാണുമ്പോൾ അതുപോലെ സഭയും നിഷ്കളങ്ക മണവാട്ടിയായി നമ്മൾ ദൈവത്തിൽ നിൽക്കണം. നമ്മുടെ പാപത്തെ, നമ്മുടെ പാപത്തെ എല്ലാം ക്രൂശിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ നാം മണവാട്ടി സഭ നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനായിരിക്കും, നിഷ്കളങ്കനായിരിക്കണമെന്ന് വചനം പറയുക. അപ്പോസ്തലനായ പൗലോസ് സഭയെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ എരിവോടെ ഇങ്ങനെ എഴുതി, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മലകനിയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് എഴുതി. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അതേപോലെ നമ്മുടെ കർത്താവിന്റെ മണവാട്ടിയായി നിർമ്മലകനിയായി നമ്മെ വിവാഹം നിശ്ചയം ചെയ്ത് ഉറപ്പിച്ചുവിടെ വെച്ചിരിക്കുക. നമ്മുടെ മണവാളൻ വരും, മധ്യാകാശത്തിൽ വരും, നമ്മെ ചേർക്കുവാൻ വരും. നമുക്ക് അവന്റെ മണവാട്ടിയായി ദൈവരാജ്യത്തിൽ ചെല്ലണം, നിത്യത്തിലെത്തണം. അല്ലെങ്കിൽ അവസാനത്തിലുള്ള രക്തവും നമ്മയ്ക്ക് വേണ്ടി ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുപ്പിന്റെ വില നീ മനസ്സിലാക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ജഡിക ഇച്ഛകൾ, ജഡിക ആഗ്രഹങ്ങൾ, പ്രലോഭനങ്ങൾ, മോഹങ്ങൾ, ആശകളെ എല്ലാം നീ മാറ്റിവെച്ചിട്ട് നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് അവന്റെ വിലാപ്പുറത്ത് ഒഴുകി വന്ന ആ രക്തം കൊണ്ട് നീ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് നീ ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്ക സഭയായി പരിപൂർണമായി വിശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എപ്പോൾ നീ യേശുവിന്റെ ഹൃദയം കൊടുക്കുന്നോ, എപ്പോൾ യേശുവിനെ സമർപ്പിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ആ സമയം നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി മാറ്റി നീ ദൈവത്തിന്റെ മണവാട്ടിയായി മാറുമ്പോൾ നിന്റെ കുടുംബത്തിൽ സ്വാതന്ത്ര്യം വരും. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കും. നീ കടന്നു പോകുന്ന സകല നൂലാമാലകൾക്കകത്തു നിന്നെ നീ പിടിക്കും. നമ്മൾ പറയാം ഭയങ്കര നൂലാമാലയിൽ അകപ്പെട്ട് കിടക്കുന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ നീ കടന്നു പോകുന്ന സകല നൂലാമാലകളിൽ നിന്നും സകല ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിന്നെ വെടിവെക്കും. നിന്റെ കുടുംബത്തിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ 118-ാം സങ്കീർത്തനം 15-ാം വാക്യം വായിക്കുന്നവരെ അതേ ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മണവാട്ടി സഭയായി, ദൈവത്തിന്റെ മകനായി, മകളായി, ദൈവത്തിന്റെ വാസനമായി, കൂടാരമായി, ദൈവത്തിന്റെ ഭവനമായി, ദൈവത്തിന്റെ മന്ദിരമായി നീ മാറുമ്പോൾ ഹല്ലേലൂയ
ആമേ സ്തോത്രം. നിന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം, നീതിമാന്മാരുടെ കൂടാരം നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിലും വെളിപ്പെടും. നിന്റെ മക്കൾ പിന്നെ അവിടെ ശാപം കാണത്തില്ല, കണ്ണുനീര് കാണത്തില്ല, മുറവിളി കാണത്തില്ല. അല്ലേലും എന്നൊരു കുടുംബത്തിൽ നിന്ന് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഉയരുവാൻ തുടങ്ങും. പ്രൈസലോ. അതിന്റെ ദൈവത്തിന്റെ പതനം എപ്പോഴേ അത് അപ്പം കർത്താവിന്റെ വിലാപ്പുറം തുറന്നത് എന്താ? അത് നിസ്സാരൊരു കഥയല്ല. അല്ലേലിയ. അതിന്റെ മർമ്മം വലുതാ. സ്തോത്രം. അല്ലേലിയ. അപ്പൊ ഈ സ്തോത്രം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവനും ക്രിസ്തുവിന്റെ നിഷ്കളങ്ക മണവാട്ടിയായി കാണപ്പെടുന്നതിന് വേണ്ടി നിഷ്കളങ്കവും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കണം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം 22:11 വായിച്ചാൽ അവിടെ നമുക്ക് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവനെയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നു. അതേപോലെ ഒരു കൂട്ടം ജനം ഇന്നും നീതീകരിക്കാതെ അശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രഭാതത്തിൽ പറയുള്ള ശക്തമായി ദൂത്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. യേശു വരെ സമയമായി. തന്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ, നിഷ്കളങ്ക സഭയെ ചേർക്കുവാൻ കർത്താവ് നമ്മെ മണവറയിലേക്ക്, മണവാട്ടിയെ കൊണ്ടുപോകാൻ സമയമായി. അത് നീ മണിയറയിലേക്ക് ചെല്ലണം. ലോകത്തിന്റെ മണിയറയല്ല ഇത് കേട്ടോ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് മണവാട്ടിക്ക് വേണ്ടി നീ ഒരുക്കി മണിയറ സ്വർഗത്തിലുണ്ട്. നീ അവിടെ എത്തണം. ഈശ്വരം. പാപത്തിൽ നീ മരിച്ച നിന്റെ ഈ ലോകം, പാപത്തിൽ മരിച്ച നിന്റെ ജീവിതം നിത്യ നരകമാണ്. പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ചാൽ നിന്റെ നിത്യത സ്വർഗരാജ്യത്തിലാ, അല്ലെങ്കിൽ സ്വർഗീയ മണിയറയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 21:3 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അല്ലേലിയ. അതുകൊണ്ട് എബ്രായലേഖനം 6:2 വായിക്കുന്നത്, എബ്രായൻ 6:2 വായിക്കുന്ന പോലെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പരിജ്ഞാനപൂർത്തി പ്രാപിച്ചുകൊണ്ട് അല്ലേലിയ ക്രിസ്തുവിന് വേണ്ടി എന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ചവന്റെ പടയാളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടതേ. യേശു നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ ശുദ്ധീകരണത്തിനായി, നിന്റെ പാപശാപങ്ങളെ മാറ്റുവാൻ വേണ്ടി യേശു നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരത്തുന്നു. അതെ ഈ സത്യം നിങ്ങൾ അറിയുകയും സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളിയുടെ അനുഭവം മാറി സന്തോഷത്തിന് അനുഭവം തരും. കണ്ണുകളടച്ചാട്ട് യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താട്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എന്റെ കുടുംബത്തെ ശുദ്ധീകരിക്കണം. ശാപങ്ങളും പാപങ്ങളും മാറി അങ്ങയുടെ മണവാട്ടിയായി, അങ്ങയുടെ മണവാട്ടി സഭയായി, അങ്ങയുടെ മക്കളായി ഞങ്ങളെ തീർക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം നടക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3,46,00,000 ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികളെയും കർത്താവിനോ ഇന്ത്യ രാജ്യത്തിനായി 140 കോടി ജനം, 29 സംസ്ഥാനം, 7 കേന്ദ്രപ്രദേശങ്ങൾ, 6,00,000 ഗ്രാമങ്ങൾക്കകത്തുള്ള ജനത്തിന്മേൽ വലിയ ശുദ്ധീകരണം നടക്കട്ടെ. 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും എവിടേക്കും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, പട്ടണം, മേധാവി, സംസ്ഥാനങ്ങളെ, രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല ഭരിക്കുന്നവർക്കായി, ഇവിടുത്തെ ജനത്തിനർക്കായി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP, ക്രമസമാധാന പാലക, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കർത്താവിന്റെ പോലീസിന്റെ വിവിധ സെക്ഷനുകളുടെ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന യാത്രയും വാഹനത്തിൽ നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കടലോരവാസികളെ, തീരദേശവാസികൾ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന ആഴങ്ങളിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, കർത്താവി സ്തോത്രം, വലിയ കർത്താവി സമുദ്രത്തിന്റെ ഖനികളിലും ആഴങ്ങളിലും ഖനികളിലും കമ്പനികളും ഫാക്ടറി ജോലികൾ, വഴിയോര കച്ചവടക്കാർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും കർത്താവി കൺസ്ട്രക്ഷൻ മേഖലയിൽ, മെക്കാനിക്കും, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ കർത്താവി തൊഴിൽ മേഖലയും ആയിരിക്കും ജനത്തെ, കാർഷിക മേഖലയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖല വിശുദ്ധീകരണം നടക്കട്ടെ. കർത്താവി ഞങ്ങളുടെ മത, സാമൂഹിക, സാംസ്കാരിക, സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന സയൻസ് രഞ്ജനന്മാർ, പൊതുമേഖലയിൽ, സംഘടനയിൽ, ആരോഗ്യമേഖല,
വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ എല്ലാ ജനത്തെയും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി പഠനത്തിനായി കടന്നുപോയി കഷ്ടം സഹിക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു നാട്ടിലേക്ക് കടന്നു കിട്ടിയ സാലറി കിട്ടാൻ ഭാരപ്പെടുന്നവർ, രോഗികളായിരിക്കണം, വിദേശ രാജ്യത്ത് ജോലിക്കാക്കാൻ പീഡനുഭവിക്കേണ്ട സൗരന്മാർ, കർത്താവ് ജയിലുകളിൽ കിടക്കുന്ന മദ്യത്തിൽ മയക്കുവരെ അടിപ്പെട്ടവരെ കഥയോ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ആത്മൃത്തിലും അശരണ യാചകർ, ഓർഫനേജിൽ തടവറയിൽ കിടക്കുന്നവരുടെ വിടുതലായ മോചനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല മദ്യപാനികൾ വെറുക്കൂത്തുകാരും മാനസാന്തരപ്പെടണമേ. രാജ്യത്തെ രാഷ്ട്രങ്ങളെ അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന വ്യക്തികളെ കുടുംബ ജീവിതത്തെ തട്ടുന്ന ഈ മദ്യ രോഗികളെ മയക്കുമരുന്ന് രോഗികളെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിചാരം മാത്രമാണ് കൂടുതൽ ശുദ്ര കെട്ടിൽ അകപ്പെട്ട് കിടക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവിയുടെ വിടാപ്പുറത്തുള്ള അവസാനത്തുള്ള രക്തവും വെള്ളവും പുറപ്പെട്ട് അത് വീണ്ടെടുപ്പിനെയും ഞങ്ങളുടെ ശുദ്ധീകരണത്തെ കാണിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ച് വിശുദ്ധീകരണ ജീവിതം പ്രാപിപ്പാൻ കർത്താവിന്റെ സഭയെ മണവാട്ടിയായി കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ ജനത്തെ ഒരുക്കണമേ. സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശ കർത്താവ് വേല ചെയ്ത ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം. സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്നവരുണ്ട്, വേദനയിലും ദുഃഖങ്ങളായിരിക്കുന്നവരുണ്ട്, എല്ലാം വിടിപ്പിക്കണമേ. ജയിലുകൾ കിടക്കുന്നവർ വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ ദൈവനീതി വെളിപ്പെടുന്ന സകല മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.